യെസ്, നമുക്ക് എന്തായാലും ആ കാഴ്ചകളിലേക്ക് വരാം. അതിന് മുമ്പ് ഇടുക്കിയിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു കാഴ്ചയുണ്ട്. ഇടുക്കി ജില്ലയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ അന്യമാണ്. കാരണം റെയിൽവേ ലൈൻ ഇടുക്കി ജില്ല വഴിയില്ല. പക്ഷേ അവിടെ തേക്കടിയിലെത്തുന്ന വിനോദസഞ്ചാരികളെ കാത്ത ഒരു തീവണ്ടി എഞ്ചിനുണ്ട്. 1956 നിർമ്മിച്ച ഇടുക്കിയുടെ ചരിത്രത്തോട് തൊട്ടു നിൽക്കുന്ന ഒരു ഡീസൽ എഞ്ചിനാണ് അത്. തേക്കടിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ എത്തിച്ചിരിക്കുന്ന തീവണ്ടി എഞ്ചിൻ കാണാൻ നിരവധി ആളുകൾ ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. വ്യാവസായിക ആവശ്യത്തിനായി 1956 നിർമ്മിച്ച തീവണ്ടി എഞ്ചിനാണിത്. ബാംഗ്ലൂരിൽ നിർമ്മിച്ച എഞ്ചിൻ 1982 KSEB വാങ്ങി. ശേഷം ഇടുക്കിയുടെ ചരിത്രത്തിലേക്കും ഈ ഡീസൽ എഞ്ചിൻ ചൂളം വിളിച്ചു. ഇടുക്കി ഇടമലയാർ അണക്കെട്ടുകളുടെ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുന്നതിനാണ് എഞ്ചിൻ നിർണായക പങ്ക് വഹിച്ചത്. വൈദ്യുതി വകുപ്പിന്റെ അങ്കമാലി ഡിപ്പോയിലേക്ക് നിർമ്മാണ സാമഗ്രികളും കൽക്കരികളും കൊണ്ടുപോകുന്നതിനായി പിന്നീട് ഈ എഞ്ചിൻ ഉപയോഗിച്ചു. 2015 പതിറ്റാണ്ടുകൾ നീണ്ട എഞ്ചിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. ഇതിനുശേഷമാണ് EVN ഗ്രൂപ്പ് ഇത് വാങ്ങി റിസോർട്ടിലെത്തിച്ചത്. KSEBയുടെ ഉടമസ്ഥരുണ്ടായിരുന്ന മിഷൻ 2015 ഡീകമ്മീഷൻ ചെയ്ത ശേഷം കോതമംഗലം ആസ്ഥാനമായിട്ട് EVN ഗ്രൂപ്പിന്റെ ചെയർമാൻ ശ്രീ ജോസ് മാത്യു വാങ്ങുകയും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തി ഈ മിഷൻ നമ്മുടെ ഗ്രൂപ്പിന്റെ തന്നെ ഉടമസ്ഥയിലുള്ള തേക്കടിയിലെ സ്റ്റെർലിംഗ് റിസോർട്ടിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ ഇത് പ്രധാനമായിട്ടും നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വരുന്ന വിനോദസഞ്ചാരികൾക്ക് കാണുവാനും വിനോദസഞ്ചാരികൾ കൂടാതെ നമ്മുടെ പൊതുജനങ്ങൾക്കും കാണാനുള്ള അവസരങ്ങളും ഫോട്ടോ എടുക്കുകയും മിഷനെ പറ്റി മനസ്സിലാക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വളരെ കുറച്ച് വ്യവസായ എഞ്ചിനുകളിലൊന്നാണിത്. ഗിയറോട് കൂടിയ ഹൈഡ്രോളിക് ട്രാൻസ്മിഷനാണ് പ്രത്യേകത. ട്രെയിൻ എഞ്ചിൻ കാണാൻ റിസോർട്ടിൽ സഞ്ചാരികൾക്ക് പുറമെ തദ്ദേശീയരായ നിരവധി പേരും എത്തുന്നു. ന്യൂസ് 18 ഇടുക്കി.